അവരുടെ വീടുകളിൽ ആദ്യം അവരുടെ വീടുകളിലാണ് ഇപ്പോൾ അധ്യാപകർ എത്താറ്. റീവാലുവേഷന് കൊടുക്കേണ്ട കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാവും. നിങ്ങളുടെ റിസൾട്ട് ഇനിയും നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. ഹായ് ഓൾ, അപ്പൊ നമ്മൾ കാത്തിരുന്ന SSLC റിസൾട്ടുകൾ അങ്ങനെ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ആദ്യം തന്നെ എല്ലാ മക്കൾക്കും ആശംസകൾ അറിയിക്കുകയാണ്. അപ്പോൾ ഈ റിസൾട്ട് ഒന്ന് അനലൈസ് ചെയ്യാനായിട്ട് നമ്മുടെ പ്രശോഭ് സർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാണ്. സർ, എങ്ങനെയാണ് ഈ വർഷത്തെ റിസൾട്ടുകൾ അങ്ങ് അനലൈസ് ചെയ്യുന്നത്? ഹായ് അഞ്ജിത, മക്കളോട് പറയാനുള്ളത് ഈ വർഷത്തെ റിസൾട്ട് തീർച്ചയായും വളരെ നല്ല റിസൾട്ട് അല്ലേ. കഴിഞ്ഞ വർഷത്തേക്കാൾ റിസൾട്ട് ഇത്തിരി കുറഞ്ഞു എന്ന് പറയാം. അതൊരു വലിയ കുറച്ചിലൊന്നും അല്ല. A+കളുടെ എണ്ണം കൂടി അല്ലേ, ഒരുപാട് കൂടി. അപ്പോൾ നല്ല റിസൾട്ടാണ്. കേരളം മുഴുവൻ അതിന് എന്താ പറയുക, കുട്ടികളെ അഭിനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം അതിനുവേണ്ടി കുട്ടികൾക്കൊപ്പം നിന്ന സ്കൂളുകൾ, അധ്യാപകർ, ആ സിസ്റ്റം മുഴുവൻ, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് അടക്കം അതിനകത്ത് ഭാഗമാണ്. അപ്പോൾ നമ്മളെപ്പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളും ഒക്കെയും ഇത്തരത്തിൽ കുട്ടികളെ പഠിപ്പിച്ച് നല്ലൊരു റിസൾട്ട് നേടിയതിൻ്റെ സന്തോഷത്തിലാണ്. തീർച്ചയായും എയ്ഗനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ വർഷം ഡിസംബറോടുകൂടിയാണ് കുട്ടികളുടെ ഒപ്പം നിൽക്കാൻ തുടങ്ങിയത്. അടുത്ത വർഷമാണ് 2025 നമ്മൾ പൂർണ്ണമായും നിൽക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല റിസൾട്ടാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊപ്പം ചേർന്നിട്ടുള്ള യൂട്യൂബ് ചാനലിൽ നമ്മൾ കുട്ടികൾക്കൊപ്പം കുറച്ച് ഉണ്ടായിരുന്നു. ആ റിസൾട്ടിൽ നമ്മളും ഒരുപാട് എക്സൈറ്റഡ് ആണ്, ഒരുപാട് സന്തോഷത്തിലാണ്. ഇന്ന് ഇവിടെ കുട്ടികളൊക്കെ ഇവിടെ വന്നിരുന്നു, കുറച്ച് പേരൊക്കെ. അപ്പോൾ നമ്മളത് അഞ്ജിത മിസ്സൊക്കെ കുട്ടികളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായും നല്ലൊരു റിസൾട്ടാണ്. ഞങ്ങൾക്കും കുട്ടികൾക്കും കേരളത്തിന് മൊത്തമായും ഒരുപാട് സന്തോഷം തരുന്ന റിസൾട്ടാണ്. അപ്പൊ സാറ് പറഞ്ഞ പോലെ ഹാപ്പി തന്നെയാണ്, എല്ലാവരും സന്തോഷത്തിലാണ്. എന്നാൽ കൂടി കുട്ടികൾക്കിടയിൽ ഒരു ടെൻഷൻ കാണും. കാരണം സാറ് പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷത്തിലും നേരിയ തോതിൽ വിജയ ശതമാനം കുറവാണ്, എന്നാൽ A+ കിട്ടിയ കുട്ടികളുടെ എണ്ണം കൂടുതലാണ്. അപ്പൊ +1 അവർക്ക് ഇഷ്ടമുള്ള സ്ട്രീം കിട്ടുമോ എന്നൊരു സംശയം കുട്ടികൾക്കിടയിൽ കാണും. ഇതിൽ നമ്മൾ +1 പോകുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മൾ റിസൾട്ട് A+ നേടിയ കുട്ടികളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ചേർത്ത് പിടിക്കേണ്ടത് റിസൾട്ടിന് പുറകിലായി പോയി വിഷമിക്കുന്ന പരാജയപ്പെട്ട കുട്ടികൾ. നമ്മൾ 100 മേനി നേടിയ ഒരുപാട് സ്കൂളുകളുണ്ട്, എന്നാലും 1-2 കുട്ടികളൊക്കെ പരാജയപ്പെട്ട സ്കൂളുകൾ ഉണ്ടാവും. തീർച്ചയായും ഇന്നത്തെ കാലത്ത് അവരുടെ വീടുകളിൽ ആദ്യം അവരുടെ വീടുകളിലാണ് ഇപ്പോൾ അധ്യാപകർ എത്താറ്. അപ്പം നമുക്കും അത് തന്നെയാണ് പറയാനുള്ളത്. പുറകിലായിപ്പോയി എന്നുള്ള പ്രയാസം ഒരാൾക്കും ഉണ്ടാവരുത്. വിജയം നേടിയ കുട്ടികൾ അഭിനന്ദിക്കുമ്പം തന്നെയും നമ്മൾ കുറച്ച് പുറകിലായി പോയാലും നമുക്ക് തീർച്ചയായും അതിന് റെക്ടിഫൈ ചെയ്യാനുള്ള സമയം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. 3 പേപ്പർ വരെ നമുക്ക് എക്സാമിൽ എഴുതാവുന്നതാണ്. അതിനെക്കുറിച്ചൊന്നും ബേജാറാവേണ്ടതില്ല. എന്തെങ്കിലും പ്രയാസം അങ്ങനെ തോന്നുമ്പോൾ നിങ്ങളുടെ ടീച്ചേഴ്സിനാ, നിങ്ങൾ സ്കൂൾ ടീച്ചേഴ്സിനാ മുമ്പിലേക്ക് ചെല്ലുക, മടിക്കരുത്. പലപ്പോഴും നമ്മൾ ടീച്ചേഴ്സിൻ്റെ മുന്നിലേക്ക് പോകുമ്പോൾ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ പോയി ചെല്ലുമ്പോൾ ഒരു പ്രയാസം കുട്ടികൾക്ക് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഒട്ടും പ്രയാസപ്പെടരുത്. കാരണം ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങളുടെ കൂടെ നിൽക്കാനുള്ള മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ടീച്ചേഴ്സാണ്. എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇപ്പോൾ കുറച്ചുകൂടെ ടീച്ചേഴ്സൊക്കെ ഒരുപാട് ഫ്രണ്ട്ലി ആണ്. വീട്ടിൽ അമ്മയോടും അച്ഛനോടും സംസാരിക്കുക, നാളെ ടീച്ചേഴ്സിൻ്റെ അടുത്തേക്ക് പോവുക. എന്ത് പ്രയാസം ഉണ്ടെങ്കിലും അവിടുന്ന് അത് റെക്ടിഫൈ ചെയ്ത് തരും. തീർച്ചയായും ഇതിന് റീവാലുവേഷന് കൊടുക്കേണ്ട കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാവും. നമ്മളെ ചാനലിനകത്ത് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒപ്പം തീർച്ചയായും അപ്പോൾ ഒപ്പം തന്നെ നിങ്ങൾ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ നേരിട്ട് നാളെ സ്കൂളിലേക്ക് ചെല്ലുക. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് റീവാലുവേഷൻ അപ്ലൈ ആവുന്നതാണ്. അങ്ങനെ എക്സാം എഴുതുന്നതിന് അപ്ലൈ ആവുന്നതാണ്. ഇങ്ങനെ ഈ ഒരു അവസരത്തിൽ 10ാം ക്ലാസ്സിൽ എന്തൊക്കെയാണോ നിങ്ങൾക്ക് റെക്ടിഫൈ ചെയ്യാനുള്ളത് മക്കളെ, എത്രയും വേഗം അത്തരം കാര്യങ്ങളിലേക്ക് നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് നീങ്ങുക. നിങ്ങളുടെ റിസൾട്ട് ഇനിയും നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ടീച്ചേഴ്സും നിങ്ങളുടെ സ്കൂളൊക്കെ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ അഞ്ജിത മിസ് ചോദിച്ച മാതിരി +1 അഡ്മിഷനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. സിംഗിൾ വിൻഡോ വഴിയാണ് അഡ്മിഷൻ വരുന്നത്. അപ്പോൾ അതിലേക്കുള്ള അഡ്മിഷൻ്റെ കാര്യങ്ങളും ഫോർമാലിറ്റീസിനും ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ, നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാവാം. നിങ്ങൾക്ക് എയ്ഗനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. തീർച്ചയായും നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സും നിങ്ങൾക്കൊപ്പം ഉള്ളതാണ്. ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് നമ്മൾ കൊടുക്കുന്നതാണ്. ഏത് കോഴ്സ് എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങളുടെ കരിയറിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സിലേക്ക് പോകാൻ നിങ്ങൾ തന്നെയാണ് ചൂസ് ചെയ്യേണ്ടത്. അത് തന്നെയാണ് ഞാൻ അടുത്ത സാറിനോട് ചോദിക്കാനിരുന്നത്. അതായത് കുട്ടികൾക്ക് മാത്രമല്ല പാരൻസിന് ഒരു സംശയം കാണും. +1 സയൻസ് സ്ട്രീം ഓപ്റ്റ് ചെയ്യണോ, അതോ കൊമേഴ്സ് ആണോ, ഹ്യൂമാനിറ്റീസ് ആണോ, ഏതിനാണ് ജോലി സാധ്യതകൾ കൂടുതൽ? ഇപ്പൊ പണ്ട് നോക്കുകയാണെങ്കിൽ ഫുൾ A+ ഉള്ളവര് സയൻസിലേക്ക് പോകുന്നു, ബാക്കിയുള്ളവർ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് പോകുന്നു. അങ്ങനെ ഒരു ട്രെൻഡ് ആയിരുന്നു. പക്ഷെ അത് മാറി ഇപ്പൊ കൊമേഴ്സ് എടുക്കുന്ന കുട്ടികളുണ്ട്. അവർ ഇഷ്ടമുള്ളത് തന്നെയാണ് ചൂസ് ചെയ്യുക. എന്നാലും പാരൻസിന് ഒരു ഭയമുണ്ട്, കൊമേഴ്സിന്റെ ഹ്യൂമാനിറ്റീസിന്റെ സാധ്യതകൾ എത്രയാണ്, സയൻസിന് ആയിരിക്കും സാധ്യതകൾ കൂടുതൽ. അപ്പൊ അവരോട് എന്താണ് പറയാനുള്ളത്?
ഇതിൽ നമ്മൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് എടുക്കുന്നത് ഒരു വലിയ കാര്യവും മറ്റേതെന്തോ മോശം കാര്യം എന്ന ചിന്ത കുട്ടികൾ ഒരിക്കലും ഉണ്ടാവരുത്. നമുക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ്, പക്ഷേ നമ്മുടെ കരിയർ സാധ്യതയും കൂടെ മനസ്സിലാക്കിക്കൊണ്ടുള്ള കോഴ്സ്, നമുക്ക് ഏറ്റവും എന്താ പറയുക നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന സബ്ജക്റ്റ് ഏതാണോ ആ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള കോഴ്സ് തന്നെയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഉറപ്പായിട്ടും അതിനകത്ത് നമ്മുടേതായ ഇഷ്ടങ്ങൾ തരംതിരിച്ച് നമുക്ക് വെക്കാവുന്നതാണ്. ഇപ്പോൾ സയൻസ് സബ്ജക്റ്റ് എടുത്തില്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചുവോ? ഇല്ല. പക്ഷേ സയൻസ് സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കുള്ളൊരു കാര്യം, ഇപ്പം നമ്മൾ പലപ്പോഴും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പല ചിന്തകളിലാണ്, എനിക്ക് അതാവണം ഇതാവണം, പല മുൻവിധികളും ഉണ്ടാവും. നമ്മൾ ചിന്തിക്കുന്നത് 100% ശരിയാവണം എന്നുമില്ല. ഓക്കെ, ഇപ്പം 2 വർഷം കഴിയുമ്പോൾ നമ്മളെ ചിന്തകൾ മാറിയേക്കാം. ഓക്കെ, അപ്പോൾ 2 വർഷം ഇനിയുള്ള +2 കാലഘട്ടം എന്ന് പറയുന്നത് സയൻസ് എടുത്താലുള്ള ഒരു ബെനിഫിറ്റ് നമുക്ക് ഏത് കോഴ്സിനും പിന്നീട് പോകാമെന്നുള്ളതാണ്. പക്ഷേ സയൻസ് ഇഷ്ടമില്ലാത്ത കുട്ടി ഒരു കാരണവശാലും സയൻസ് എടുക്കരുത്. സയൻസ് എന്താ പറയുക, കുറച്ച് സ്ട്രെയിൻ ചെയ്ത് പഠിക്കേണ്ടതാണ്. സ്ട്രെയിൻ എന്ന് പറയുന്നത് നമ്മളെ മാതിരി തന്നെയുള്ള എല്ലാ കുട്ടികളും പഠിക്കുന്നതാണ് സയൻസ്. അപ്പം അതിനകത്ത് വേറെ ഇഷ്യൂസ് ഇല്ല എന്നുള്ളത് മനസ്സിലാക്കാം എന്നാണ് എനിക്ക് അതിനകത്ത് പറയാനുള്ളത്. സയൻസിൻ്റെ ചെറിയൊരു സിലബസിലുള്ള വ്യത്യാസമൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല. അപ്പോൾ അതൊന്ന് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പോയാൽ സുഖമായിട്ട് പഠിക്കാൻ പറ്റുന്നത് തന്നെയാണ്. അതിനകത്ത് ഇഷ്യൂസ് ഒന്നുമില്ല. ഓക്കെ, അതാണ് അതിനകത്ത് പ്രത്യേകിച്ച് സയൻസിനകത്ത്. ഇനി ഇപ്പം 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് +1 അഡ്മിഷന് വേണ്ടി മാത്രമുള്ള ഒരു കാര്യമാണ്. നമ്മൾ A+ കിട്ടിയില്ല. അതിനകത്ത് ഒരു കാര്യം കൂടെ ചേർത്ത് പറയാനുള്ളത്, A+ മാത്രമല്ല കഴിഞ്ഞ വർഷം വരെ +1 അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയ. അവർ പഠിക്കുന്ന പഞ്ചായത്ത് പഠിച്ച സ്കൂളിൽ തന്നെ അവർക്ക് ബോണസ് പോയിന്റ് ഉണ്ട്. ഇങ്ങനെ ബോണസ് മാർക്കൊക്കെ കഴിഞ്ഞ വർഷം വരെയുണ്ട്. ഈ വർഷവും അത് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒപ്പം അതിനുശേഷമുള്ള +2, +1, +2 ആണ് പലപ്പോഴും നമുക്ക് ഡിസൈഡിങ് ആയിട്ട് നിൽക്കുന്നത്. നമുക്ക് ഏത് കോഴ്സിലേക്ക് പോകണമെന്ന് തീരുമാനിക്കുന്നത് +1, +2 നമ്മളെ പെർഫോമൻസ് ആണ്. ഇപ്പം എൻ്റെ തന്നെ ഒരു സ്റ്റുഡൻറ് ഉണ്ടായിരുന്നു, അഞ്ജിത മിസ്. കഴിഞ്ഞൊരു 7-8 വർഷം മുമ്പ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കയറി വന്നു. 5 A+ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സയൻസ് കിട്ടുമോന്നായി. അപ്പോൾ കുട്ടിക്ക് സയൻസ് കിട്ടി, സയൻസ് പഠിച്ചു. ഇന്ന് IAS പഠിക്കുകയാണ്. അപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ പഠിക്കുകയാണ്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിൻ്റെ A+ എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് A+ നഷ്ടപ്പെട്ടത് 1-2 മാർക്കിനൊക്കെ ആയിരിക്കും. അത് പെർസെൻറ്റേജ് വൈസ് നോക്കുമ്പോൾ വലിയ വ്യത്യാസമൊന്നും അല്ല. അതും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫുൾ A+ എന്ന് പറയുമ്പോൾ നല്ലതാണ്, ഉഷാറാണ്, ഫോട്ടോ വരും, ഒക്കെ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ A+ പോയി എന്നുള്ളതുകൊണ്ട് നിങ്ങളെ മാർക്ക് ഒരുപാട് കുറഞ്ഞൊന്നും കുട്ടികൾ കരുതരുത്. നിങ്ങൾ ഇനി അങ്ങോട്ടുള്ള +1, +2 വളരെ ഗംഭീരമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ മാറ്റിയെടുക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. പിന്നെ ഏത് മേഖലയിൽ പോകാനും നിങ്ങൾ ഇഷ്ടപ്പെട്ട കോഴ്സ് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. അതെ, അവർക്ക് ഏതാണോ സബ്ജക്റ്റ് ഇഷ്ടം അതേ കോഴ്സ് ഓപ്റ്റ് ചെയ്യുക. അതേപോലെ കുട്ടികൾക്ക് ഒരു സംശയമുണ്ട്, +1 സയൻസ് എടുത്താൽ സിലബസ് വളരെ ടഫ് ആയിരിക്കുമോ? 10ാം ക്ലാസ്സും +1 തമ്മിലുള്ള ആ ഒരു ട്രാൻസിഷൻ, ഈവൻ നമ്മൾ ആപ്പിലൊക്കെ ക്ലാസ്സുകൾ തുടങ്ങി, +1 ക്ലാസ്സുകളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ആ ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് കുറച്ച് ഡിഫിക്കൽട്ട് ആണല്ലേ സർ? അത് പലപ്പോഴും സയൻസ് സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ നമ്മൾ ഇത്തിരി പ്രയാസപ്പെടേണ്ടി വരും. പക്ഷെ ആ പ്രയാസം എന്ന് പറയുന്നത് നിങ്ങളും തിരിഞ്ഞ് നടക്കേണ്ട ഒരു പ്രയാസമല്ല. അത് നമ്മൾ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അത് കേവലം ഡോക്ടർ ആവുക, എഞ്ചിനീയർ ആവുക എന്നത് മാത്രമൊന്നുമല്ല. ഒരുപാട് യൂണിവേഴ്സിറ്റികൾ, സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ സയൻസിനെ ബേസ് ചെയ്തിട്ടുള്ളതുണ്ട്, ആർട്സിനെ ബേസ് ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയണില്ല. അപ്പോൾ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മളെ കാത്തിരിക്കുന്നുണ്ട് പുറത്ത്. ഇവിടെ മാത്രമല്ല, നമുക്ക് ഇന്റർനാഷണലി ഉള്ള ക്യാമ്പസുകൾ ഇന്ത്യയിൽ തന്നെ ഒരുപാടുണ്ട്. IIT-കളുണ്ട്, എയിംസ് ഉണ്ട്, ഇങ്ങനെയുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങളെ 2 വർഷത്തിന് ശേഷം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അതിനു വേണ്ടിയുള്ളൊരു പ്രിപ്പറേഷൻ കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ സയൻസ് പഠിക്കുക എന്ന് പറയുന്നത് അത്രത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇഷ്ടപ്പെട്ട് പഠിക്കാൻ പറ്റുന്ന സബ്ജക്റ്റ് തന്നെയാണ് സയൻസ് എന്ന് പറയുന്നത്. യെസ്, അപ്പോൾ സർ പറഞ്ഞതുപോലെ ഒരുപാട് അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്. അതിന്റെ ആദ്യത്തെ ചുവട് മാത്രമാണ് SSLC. ഈ റിസൾട്ട് അല്ല അന്തിമമായിട്ട് നിങ്ങളുടെ ലൈഫ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് ആണെന്ന് മാത്രം കരുതുക, അല്ലേ സർ? തീർച്ചയായും നമ്മുടെ മക്കളോട് സാറിന് പറയാനുണ്ടോ? ഇല്ല, ഉറപ്പായിട്ടും നിങ്ങൾ ഇനിയുള്ള ഈ ദിവസം ഇന്ന് ഒരുപാട് ആശങ്കകൾ ഉണ്ടാവും. ആശങ്കകൾ നിങ്ങൾ പലരെയും വിളിക്കുന്നുണ്ടാവും. ആ ആശങ്കകളൊക്കെ തൽക്കാലത്തേക്ക് സമാധാനത്തായിട്ട് ഇന്ന് ഉറങ്ങുക, സന്തോഷമായിട്ടിരിക്കുക. നാളെ നിങ്ങളുടെ സ്കൂളുകളിലേക്ക് ചെല്ലുക. അവിടെ ടീച്ചേഴ്സ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവും. ഉറപ്പായിട്ടും നല്ലൊരു കരിയർ, നല്ലൊരു എന്താ പറയുക ജീവിതം നിങ്ങൾക്ക് എല്ലാവർക്കും പുറകിലായിപ്പോയാലും നമ്മൾ മുന്നോട്ട് വരാനുള്ള ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്കുണ്ടെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു അഞ്ജിത മിസ്. ഓൾ ദി വെരി ബെസ്റ്റ് മക്കളെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.